നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലാണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവൻ എടുത്ത് വായിക്ക് ചോദിച്ചു, ചേട്ടൻ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ നമ്മൾ കേട്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഈ സ്റ്റുഡിയോ ഇപ്പോൾ സ്ഥാപനങ്ങൾ എന്നാന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഓടണമല്ല വണ്ടി. അപ്പോൾ ഇവർ വണ്ടിയെ കയറിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. കഞ്ചാവാണോ എന്നൊക്കെ അടിച്ചേക്കണം ദൈവത്തിന് മാത്രം അറിയാം. ഇനി ഞാൻ കള്ളും കൂടെ കുടിച്ചെന്നാണോ നിങ്ങൾ പറയണമെന്ന്. അപ്പോൾ അവരവിടെ ഇറങ്ങി ഒരുത്തിനും വേറെ ഒരുത്തിനും ഇങ്ങനെ കവചമായിട്ട് എന്നെ ഇങ്ങനെ നിന്നേച്ച് ആ വർത്താനം പറയണു. അവൾ അവിടെ ഇറങ്ങി നിന്ന് എൻ്റെ ഈ വീഡിയോ എടുക്കുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നെന്നും പറഞ്ഞു. എൻ്റെ സാരി കിടന്ന് വണ്ടി ഓടിക്കണ പയ്യൻ പറഞ്ഞു. എന്നോട് അവൻ ചോദിച്ചു, ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്നാ പറ്റിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന പോലെ സംഭവിച്ചാ. വേറെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തെരുവോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല, വണ്ടിക്കൂലിയും മേടിച്ചിട്ടില്ല, വണ്ടി ഓടിയില്ല. ഇതിൻ്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പം എത്ര ദിവസമായെന്ന് അറിയാം വണ്ടി ഓടിയിട്ട്. ആരും വിളിക്കണില്ല, കള്ളു കുടിച്ച് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും വിളിക്കണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം ഒഴിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം ഒഴിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനിപ്പിച്ച് ആളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ആളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ പിറ്റേ ദിവസം കേസ് കൊണ്ട് കൊടുത്തു. ഇവിടെ SP ഓഫീസിൽ വെച്ച് വിളിച്ചു. ഇവിടെ വന്നപ്പോൾ സാർമാർ പറഞ്ഞു സൈബർ സെല്ല് പൈനാവില അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ചു. എന്നോട് തൊടുപുഴ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. അവളെയും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ പറയണേ ഞാൻ കള്ള് കുടിച്ചാ വണ്ടി ഓടിക്കണേന്നാണ് പറഞ്ഞത്. കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല, കള്ള് കുടിക്കാറുമില്ല. എൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റോ ഈ വെള്ളം മദ്യപിച്ച് വെള്ളം ഓടിച്ചെന്നും പറഞ്ഞ ഒരു സ്റ്റേഷനിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ ജീവിതം മുടങ്ങി. ഞാൻ എന്നാ ചെയ്യും? ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ വണ്ടിയെ ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കണം. ഷുഗർ, കൊളസ്ട്രോള്, BP ഇതിനെല്ലാം മരുന്ന് കഴിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിച്ച് വണ്ടിയത് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇതിൻ്റെ സ്ഥലം വരെ ഇല്ല. ഇവളും ഇവിടെ കൂടുതൽ ഒരു ആണും കൂടെ ഉണ്ടായിരുന്നേ. അവൾ ഇപ്പോൾ ഇവിടെ വന്നു, ഇപ്പോൾ സ്റ്റേഷനിൽ വന്നപ്പോൾ അവൾ പെണ്ണായി. വഴിമുട്ടി ജീവിതം അല്ലേ? ജീവിതം വഴിമുട്ടിന്നെ. ഞാനിപ്പോൾ തന്നെ നമ്മളെ എന്ത് കാരണത്തിനാണ് ഇവരിങ്ങനെ ദ്രോഹിച്ചതെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞു, സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഓട്ടം കിട്ടണില്ല. എനിക്ക് അവളും മാപ്പ് പറയണമെന്ന് എനിക്കുള്ളൂ. കാരണം വേറെ അല്ല അതിനകത്ത് പ്രശ്നം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ടി വേറൊരാൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകരുത്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അതിൽ നടപടിയെടുക്കാനും ഈ വ്ളോഗിംഗ് മാത്രമല്ല മറ്റു നിയമ നടപടികളുണ്ട്. പോലീസിനെ സമീപിക്കാം. അതിനു വിരുദ്ധമായി ആളുകളെ അപകീർത്തിപ്പെടുത്തുകയും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യുന്നത് തെറ്റാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ പ്രചരണം നടക്കുന്നത്. ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെതിരെ നിയമ നടപടിയും ഉണ്ടാകേണ്ടതുണ്ട്.